ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവേ ചാനൽ. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്. ഹേമന്ത് റാവു സംവിധാനം ചെയ്ത് രക്ഷിത് ഷെട്ടി നിർമ്മിച്ച് 2023 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ കന്നഡ ഭാഷ റൊമാൻറ്റിക് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് സപ്തസാഗരദാച്ചെ യെല്ലോ സൈഡ് എ. പ്രധാന വേഷങ്ങളിലായി രക്ഷിത് ഷെട്ടിയും റുക്മിണി വാസന്തുമാണ് എത്തുന്നത്. ആൻഡ് ഈ സിനിമയുടെ സംഗീതം ചരൺ രാജാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സുനിലാണ്. ആൻഡ് ഈ സിനിമയുടെ ഛായാഗ്രഹണം ചെയ്തിരിക്കുന്നത് അദ്വൈത് ഗുരുമൂർത്തിയാണ്. ഈ സിനിമ പ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, രക്ഷിത് ഷെട്ടി തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കേവിൻ പ്രൊഡക്ഷൻസ് ആണ്. കേവിൻ പ്രൊഡക്ഷൻസ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ജനനായകന്റെ പ്രൊഡ്യൂസേഴ്സ് അവരാണ്. തലപതി വിജയുടെ ലാസ്റ്റ് പടം എന്ന് പറയപ്പെടുന്ന ജനനായകന്റെ പ്രൊഡ്യൂസേഴ്സ് അവരാണ്. അപ്പോൾ സിനിമയിൽ വരയ്ക്കും മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, പ്രേമിക്കുന്നവരായാലും പ്രേമിക്കാൻ പോകുന്നവരായാലും പ്രേമിച്ച് നിരാശയിലുള്ളവരായാലും ആര് കണ്ടാലും സങ്കടം വരും ഗൈസ്. അതാണ് സപ്തസാഗരദാച്ചെ യെല്ലോ സൈഡ് എ. ആദ്യം തന്നെ രക്ഷിത് ഷെട്ടി ഒരു റിച്ചസ്റ്റ് മാൻ, ആ നാട്ടിലെ ഒരു ബാംഗ്ലൂരിലെ ഒരു റിച്ച് മാൻ്റെ വീട്ടിലെ ഡ്രൈവർ ജോലിക്കുള്ള ഒരാളാണ്. മാസം 12,000 ശമ്പളമുള്ള ഒരു പാവം ജോലിക്കാരൻ. ആൻഡ് പ്രിയ ആയിട്ട് റുക്മിണി വാസന്ത് വരുന്നു. റുക്മിണി വാസന്ത് ഒരു പാട്ടുകാരിയാണ്, നന്നായിട്ട് പാടുന്ന, നല്ല നിലയിലെത്തണമെന്ന് ആഗ്രഹമുള്ള ഒരു പാട്ടുകാരി, സംഗീത കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു പാട്ടുകാരിയുമാണ്. സിനിമയുടെ തുടക്കം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇവർ ലവേഴ്സ് ആയിട്ടല്ല, ഇവർ കല്യാണം നിശ്ചയിച്ച ഫിയാൻസിയാണ്. അത് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു, ഇവർ കല്യാണ തിമിർപ്പിലാണ്. അപ്പോൾ ലവേഴ്സ് എന്ന് പറയുന്നതും കല്യാണം ഉറപ്പിച്ചെന്ന് പറയുന്നത് രണ്ട് സ്റ്റേജാണ്. മറ്റേത് ലവ് സ്റ്റേജാണ്, അത് ലവേഴ്സ് ആണ്. കല്യാണം ഒന്നും ഉറപ്പിച്ചിട്ടില്ല. പക്ഷെ ഇത് കല്യാണം ഉറപ്പിച്ചതിന് ശേഷമുള്ളതാണ് ആ പടം വരുന്നത്. അത് തന്നെ എനിക്ക് തുടക്കത്തിൽ തന്നെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. കാരണം അവരുടെ റിലേഷൻ ഒരു പ്യുവർ ആയിരുന്നു. അതിന് മുമ്പുള്ളത് പ്യുവർ അല്ല എന്നുള്ളതല്ല പറയുന്നത്. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തുടക്കം തന്നെ അവർ കല്യാണം കഴിക്കാൻ പോവുകയാണ്, കല്യാണമൊക്കെ വീട്ടിലും എല്ലാം ഒപ്പിച്ച് എല്ലാം ഓക്കെയാണ്. അങ്ങനെ സിനിമയിൽ തുടക്കം തന്നെ അവരുടെ പ്രണയ രംഗങ്ങളും ഒരുമിക്കുന്ന രംഗങ്ങളും എല്ലാം നല്ല കൊഞ്ചലും കുഴയിലും ഒക്കെ ആയിട്ട് എല്ലാം നല്ല ഒരുപാടൊന്നും ഓവറാക്കാതെ നല്ല ഫീലോടെ രണ്ടുപേരും നന്നായിട്ട്, റുക്മിണി വാസന്തും രക്ഷിത് ഷെട്ടിയുമായിട്ട് നന്നായിട്ട് നല്ല ഫീലോടെ പടം ഇങ്ങനെ ചെയ്തു വരികയാണ്. അപ്പോൾ ഇവര് ഇങ്ങനെ സ്നേഹത്തിൽ അങ്ങനെ സ്നേഹത്തിലൊക്കെ എല്ലാം വിളിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ പ്രണയങ്ങൾ, നീ അങ്ങനെ, നീ പാട്ടുപാട്, ഓരോ ഇത്. പക്ഷെ ആ ഒരു ലവ് പറയുന്ന ആ ഒരു ലൈൻസ് ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്തു. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു, നിങ്ങൾക്കും ഫീൽ ചെയ്തു. നല്ലൊരു ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ പ്രണയങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് കല്യാണം, അവർ പാവമാണല്ലോ, അപ്പോൾ അവർക്ക് ഒരു വീട് വേണം സ്വന്തമായിട്ട്. അപ്പോൾ ആ വീട് തപ്പി അവർ കുറേ നടക്കുന്നു, ഒരു നല്ല വീട് തപ്പി. അങ്ങനെ വീടൊന്നും കിട്ടിയില്ല. അവസാനം അവൾക്കാണെങ്കിൽ കടലോരങ്ങളിലുള്ള, അതായത് ഈ ബാംഗ്ലൂരിലൊന്നും ഈ സൗണ്ടും ട്രാഫിക്കിലൊന്നും നിൽക്കാതെ കടലോരങ്ങളിൽ സമാധാനമായിട്ട് ജീവിക്കും. കടലോര സ്ഥലത്ത് ഏതെങ്കിലും ഒരു കൊച്ചു വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കുന്നതാണ് റുക്മിണിക്ക് താല്പര്യം. അങ്ങനെ ഒരു വീട് തപ്പി, ആ വീടിന് നല്ലൊരു പൈസ വേണം. അപ്പോൾ എന്ത് ചെയ്യുമെന്നിരിക്കുകയാണ് കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. റിച്ചസ്റ്റ് മാൻ്റെ ഒരു മകൻ ഒരു ആക്സിഡന്റ്, ഹിറ്റ് ആൻഡ് റൺ കേസ് ഉണ്ടാകുന്നു. അപ്പം റിച്ചസ്റ്റ് മാൻ്റെ ആ മകൻ ജയിലിൽ പോയി, അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അപ്പം എന്ത് ചെയ്യാം? അങ്ങനെയാണ് ഒരാളുടെ എൻട്രി വരുന്നത്. ആരുടെ എൻട്രി? KGF ഗുരുപാണ്ഡ്യൻ അറിയുള്ളൂ. പുള്ളിക്കാരൻ്റെ പേര് അച്യുത് കുമാർ അങ്ങനെ എന്തോ ആണ്. ഗുരുപാണ്ഡ്യൻ ഉണ്ടല്ലോ KGF. പുള്ളിക്ക് എപ്പോഴും ഈ റോളാണെന്ന് തോന്നുന്നത്. എല്ലാവരെയും തേച്ചൊട്ടിക്കുക, ചതിക്കുക എന്നുള്ള റോൾ. ഈ സിനിമയിലും പുള്ളി ആ റോളാണ്. അങ്ങനെ രക്ഷിത് ഷെട്ടിയുടെ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു രക്ഷിത് ഷെട്ടിയെ റൂളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്ന രീതിയിലുള്ള ഒരു മേലിലുള്ള ഒരാളാണ് ആ വീട്ടിൽ ഈ അച്യുത് കുമാർ. അപ്പോൾ രക്ഷിത് ഷെട്ടിന് ഇങ്ങനെ കാര്യം പറയാണ്, നീ ഇങ്ങനെ നിന്നാൽ നിനക്ക് വീട് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിപ്പിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു മോഹവില നൽകുകയാണ്. നീ ഇതിന് നിന്ന് തന്നാൽ നിനക്ക് വീട് വയ്ക്കാൻ. അപ്പോൾ എന്താണ് പറയുന്നത്? രക്ഷിത് ഷെട്ടി സമ്മതിക്കും. എനിക്ക് അവൾക്ക് നല്ല രീതിക്ക് ജീവിക്കണം, അവൾക്കൊരു നല്ല വീട് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജയിലിൽ പോകുന്നതായിട്ടാണ് ആ കോർ കോൺസെപ്റ്റ് വരുന്നത്. പിന്നെ ആ ജയിലിൽ പോകുമ്പോഴേ മനസ്സിലാവും സിനിമയിൽ പ്രഡിക്റ്റബിൾ, അത് സ്റ്റോറി ടെല്ലിംഗ് പ്രഡിക്റ്റബിൾ ആണ്, എന്തായാലും ചതിക്കപ്പെടുമെന്ന്. അത് തന്നെയാണ് സിനിമയിൽ നടക്കുന്നത്. അതുമായിട്ട് ഓരോ ഹിയറിങ്സ് വരുന്നു, കോടതിയിൽ പോയിട്ട് ഓരോ ബെയിലിംഗ് കിട്ടാതെ വരുന്നു. പിന്നെ അവർ ഇടയിൽ റിച്ചസ്റ്റ് മാൻ മരിച്ചു പോകുന്നു. അപ്പോൾ ആ വാക്കുകൾ, റിച്ചസ്റ്റ് മാൻ്റെ വാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ വീട്ടുകാർ ചതിക്കുന്നു. അങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ നാച്ചുറലായിട്ട് പ്യുവറായിട്ട് അവർ പറഞ്ഞു വരുന്നുണ്ട് സിനിമയിൽ. എല്ലാം കഴിഞ്ഞ്
ജയിലിൽ വരുമ്പോൾ തന്നെ ജയിലാകുമ്പോൾ അറിയാം ഒരു നല്ല ഒരാൾക്കാരുണ്ടായിരുന്നു, കെട്ട ഒരാൾക്കാരുണ്ട്. കെട്ടവരുടെ കൂടെ നിന്ന് അവിടെ നല്ലവരെന്ന് അവര് നല്ലവരാണെന്ന് തോന്നി അവരുടെ കൂടെ നിന്ന് അവരവസാനം ചതിക്കുന്നു, കാശില്ലാത്തതുകൊണ്ട് അവർ തള്ളിയിടുന്നു. അങ്ങനെ കുറച്ച് രംഗങ്ങളും പിന്നെ സിനിമ ഇതുപോലെ പ്രണയമായിട്ട് പോകും. നല്ലൊരു ഫീലുണ്ട്. അവര് ഈ രുക്മിണി രക്ഷിത് ഷെട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ വരുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഫീലുണ്ട്. അവരിങ്ങനെ കൈയും പിടിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു ഇമോഷൻ തോന്നും. ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് അപ്പം തോന്നുന്നു വെച്ചാൽ ഇനിയും പ്രണയിക്കണോ അല്ലെങ്കിൽ പ്രണയിനി ഉണ്ടായിരുന്നെങ്കിലും ഉണ്ട്. പിന്നെ സിനിമ ഇതുപോലെ വരുന്നു. സിനിമയിലുടനീളം നല്ല റോൾസ് ഇതുപോലെ ഇങ്ങനെ പറ്റാതെ വരുന്നു. അവസാനം ഇനി ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല, നീ വേറെ കല്യാണം കഴിക്കണം, ഞാൻ ഇനി ഇറങ്ങുമെന്ന് എനിക്കൊന്നും പറ്റുന്നില്ല. കാരണം ഒരു പ്രാവശ്യം രക്ഷിത് ഷെട്ടി ചാടാൻ വേണ്ടി നോക്കും, പോലീസ് പിടിക്കും, പിന്നെ അവർ വിടൂല. പിന്നെ ഇതെല്ലാം കേസൊക്കെ ആയി, ഇനി നീ വേറെ കല്യാണം കഴിച്ചുവോ, അല്ലാതെ എന്നെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറയുന്നതാണ് ക്ലൈമാക്സിലായിട്ട് വരുന്നത്. അങ്ങനെ ക്ലൈമാക്സിൽ വരുമ്പം രുക്മിണി എല്ലാം മൂവ് ഓൺ ചെയ്ത് കല്യാണത്തിനൊക്കെ സമ്മതിക്കുന്നു. അപ്പം രക്ഷിത് ഷെട്ടി ഫോൺ വിളിക്കുമ്പോൾ കല്യാണമെന്ന് അറിയുന്നു. പക്ഷെ ഞാൻ എന്നിട്ട് ഓഡിയൻസായി ഞാൻ ആലോചിച്ച് കല്യാണം കഴിക്കില്ലേ രുക്മിണി, വേറെ ഒരാളെ കല്യാണം കഴിക്കില്ല, അവൻ ഇപ്പോൾ വരും എന്ന്. പക്ഷെ ടെക്സ്റ്റ് അവിടെ കല്യാണം നടന്നു. അപ്പം ഞാൻ ഇങ്ങനെ നമ്മൾ ആരായി ഗൈസ്, കാരണം അവിടെ ഒരു ചതിയല്ല നടന്നത്. വേറെ ഒരു മൂവ് ഓൺ ചെയ്ത് വേറെ വാക്കില്ല, അവർ അങ്ങനെ ചെയ്തേ പറ്റും. അവിടെ ഇവ ഇനിയിപ്പോൾ എപ്പോൾ ഇറങ്ങുവാണെന്നൊന്നും അറിയില്ല. അങ്ങനെ കോടതിയിൽ പോകുന്നു. 10 വർഷത്തെ വിധി, കഠിന തടവ് കൊടുക്കുന്നു. 10 വർഷം കഴിഞ്ഞ് 10 വർഷം നിങ്ങൾ ജയിലിൽ കിടക്കണം, വേറെ വഴിയില്ല, കഠിന തടവ് കൊടുക്കുകയാണ്. ഇതോടെ ക്ലൈമാക്സ് ആവുന്നു, പടം തീരുന്നു. പിന്നെയാണ് സൈഡ് ബി വരുന്നത്. സൈഡ് ബി അത് പിന്നീട് പറയാം. ആൻഡ് സൈഡ് എയിൽ വരുന്ന ഇതാണ് കേസ്. മൊത്തത്തിൽ പടത്തിൽ പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. സങ്കടങ്ങളില്ലാതെ ജീവിതം മാറിത്തീരില്ല. തീർച്ചയായിട്ടും ആ തരുണങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക, അതെല്ലാം പുനർജീവിച്ച് നമ്മൾ അതെല്ലാം തരണം ചെയ്ത് പോയിട്ടേ കാര്യമുള്ളൂ. എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും എപ്പോഴും കിട്ടണമെന്നില്ല. പിന്നെ എന്താ പറയുക, ജീവിക്കാനാണ് പാട്, മരിക്കാൻ എളുപ്പമാണ്. ഇങ്ങനത്തെ കുറച്ച് ഡയലോഗ്സ് എല്ലാം ഉണ്ട്. നല്ല ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അവരുടെ പ്രണയ രംഗങ്ങളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും സത്യമായിട്ട് ഒരു ഫീല് തോന്നും. കാരണം അവർ നന്നായിട്ട് പ്രണയിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷൻസ് അവർ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ രക്ഷിത് ഷെട്ടി ജയിലിലും രുക്മിണിയും കല്യാണം വേറെ ഒരാളുമായിട്ട് കല്യാണമുള്ള ഒരു രണ്ടും ബ്ലെൻഡ് ചെയ്ത് സീന് കാണിക്കുന്നുണ്ട്. ആ രക്ഷിത് ഷെട്ടി ആ ജയിലിലുള്ള ദ്രോഹിച്ച് അയാളെ പിടിച്ച് ഇടിക്കുന്ന ഒരു സീനുണ്ട്. പ്യുവർ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്ക് അത് കണ്ടപ്പോൾ. എനിക്ക് പ്യുവർ സാറ്റിസ്ഫാക്ഷൻ. കാരണം രുക്മിണീനെയും കെട്ടിയില്ല, പുള്ളി ഇവിടെ നിൽക്കുന്ന ഇവനെ ദ്രോഹിച്ച ആള്, രണ്ടും ചേർത്ത് പുള്ളിനെ ഇടിച്ചപ്പോൾ എനിക്ക് പ്യുവർ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കൊച്ചു പടം, ഒരു ലവ് പടമാണോ അതോ ലവ് ഫെയിലിയർ പടമാണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പടമാണ് സപ്തസാഗരദാച്ച യെല്ലോയെ. അവരുടെ രംഗങ്ങളെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ചില പ്രണയങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓവറായിട്ട് ചളി തോന്നും, അല്ലെങ്കിൽ എന്തോ ഒരു ക്രിഞ്ച്. പക്ഷെ എനിക്ക് ക്രിഞ്ചായിട്ടോ അങ്ങനെ ഒന്നും തോന്നില്ല. ഒരു പ്യുവർ ഫീലാണ് തോന്നിയത്. കാരണം രണ്ടുപേരും പ്യുവറായിട്ട് പ്രേമിക്കുന്നുണ്ട്. അവരുടെ പ്രണയങ്ങളിൽ കളങ്കമില്ല, സംശയങ്ങളില്ല. പിന്നെ ആ ഒരു സിൻസിയാരിറ്റി ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഒരു അറ്റാച്ച്മെന്റ് അവർ കാണുന്നില്ലെങ്കിൽ പോലും അവർ ടാപ്പ് റെക്കോർഡിൽ അവളുടെ സൗണ്ട് കേട്ട് ഈവൻ അവളെ ഓർക്കുന്നു. അങ്ങനെ ആ ഒരു അറ്റാച്ച്മെന്റ് അവരിൽ ആ ഒരു പ്രണയം നന്നായിട്ടുണ്ടായിരുന്നു. ഹേമന്ത് എം റാവു ഡയറക്ടർ നല്ല രീതിക്ക് തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് രക്ഷിത് ഷെട്ടി പുള്ളിക്കാരനെ അറിയാം പടം ഏതാണെന്നൊക്കെ. അങ്ങനെ നല്ല രീതിക്ക് തന്നെയാണ് ഒരു പടം ഇറക്കുക. അപ്പൊ സപ്തസാഗരദാച്ച യെല്ലോ സൈഡ് എ ഒരു റൊമാൻറ്റിക് പ്രണയം ഗൈസ്. പടം തീർന്നപ്പോൾ എനിക്ക് ആലോചന വന്നു, എന്നാലും രക്ഷിത് ഷെട്ടിയുടെ അവസ്ഥയെ